Yes. Hello, good afternoon. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം നമ്മൾ SAPയുടെ ടോപ്പിക് കാര്യങ്ങളെല്ലാം തന്നെ കവർ ആയിട്ടുണ്ട്. നമ്മളിപ്പം ഇനി മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ APP അല്ല, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഒക്കെ നമ്മൾ എങ്ങനെ സെറ്റിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കേസ് സ്റ്റഡി ഉണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളുടെ ഇതിലേക്ക് വരാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. AVPയിൽ നമ്മള് FSBയിൽ നമ്മള് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, അപ്പൊ അത് ഏതൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടണം എന്നുള്ളതിന്റെ ഒരു കേസ് സ്റ്റഡി ആയിരുന്നു. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലേക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട്. അതായത് നമ്മൾ ഇതുവരെയുള്ള എല്ലാം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലേക്ക് വേണം നമുക്കത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കൊടുക്കണം, അതിനുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻകം വരണം, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് വരണം, എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ്, അത് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് അത് വരണം, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതിനുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നെറ്റ് ലോസ്. ഈ ഫോർമാറ്റിൽ വേണം നമുക്ക് P&L അക്കൗണ്ട് കിട്ടാനായിട്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാല് ഇതാണ് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് വരിക. ആദ്യം ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് വരുന്നുണ്ട്, അതില് ക്യാപിറ്റല് നമ്മൾ അങ്ങനെയാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ക്യാപിറ്റല്, ലോൺസ്, ലയബിലിറ്റി, പിന്നെന്താണ് കറന്റ് ലയബിലിറ്റീസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ ലോൺ, പിന്നെ അസറ്റ് സൈഡ്, അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്, കറന്റ് അസറ്റ്, ഡെപ്പോസിറ്റ്, ലോൺ ആൻഡ് അഡ്വാൻസസ്, പിന്നെ ടോട്ടൽ. ഈ ഒരു ഫോർമാറ്റിൽ വേണം നമുക്ക് നമ്മുടെ P&L അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ ആപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ആൻസർ അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതുപോലെ ആയിരിക്കാം നിങ്ങൾക്ക് എക്സാമിൽ വരെ, ഇത് തന്നെയാണെന്നല്ല, ഏകദേശം ഈ ഒരു മോഡലിലായിരിക്കും നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരിക. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഓൾറെഡി ചെയ്യുന്ന, അതായത് എല്ലാം ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഒരു കമ്പനി കോഡ് ഉണ്ട്, ആ കമ്പനി കോഡ് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കയായിട്ടുള്ള ഒരു കമ്പനി കോഡ് എന്ത് ചെയ്യാം, നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എക്സാമിന് സമയമാകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. എക്സാമിന് സമയമാകുമ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇപ്പം കോപ്പി ചെയ്ത കമ്പനിക്ക് ഒരു പേര് കൊടുത്തത്, ഫോർ എക്സാമ്പിൾ ABC എന്നാണ് കമ്പനി കോഡ് പേര് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യാം, അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് ഏതാണോ കമ്പനി കോഡിന്റെ പേര് പറയുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിഗ് ബസാർ ആണെങ്കിൽ ബിഗ് ബസാർ എന്ന് പറഞ്ഞ പേര് ചേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇത് നമ്മളുടെ മെയിൻ കമ്പനിയാണ്. മെയിൻ കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. മെയിൻ കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കോപ്പി ചെയ്താൽ നമ്മൾ മെയിൻ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, മെയിൻ കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് അസൈൻ ചെയ്ത് കൊടുക്കണം. OXL പോയിട്ട് നമ്മുടെ കമ്പനി കോഡുമായിട്ട് മെയിൻ കമ്പനി അസൈൻ ചെയ്യും. പിന്നെ ഫിനാൻഷ്യൽ ഇയർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ പോലാണ്. ഇത് ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഡേറ്റ് ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് ആ ഡേറ്റ് തന്നെ ഓരോ ട്രാൻസാക്ഷനും കൊടുക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോ ക്വസ്റ്റ്യനില് ഓരോന്നിനും കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും, ആ ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ഇൻ കേസ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡേറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. എന്തെങ്കിലും തെറ്റിച്ച് കൊടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, നമ്മള് പേരും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു.
അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കമ്പനി കോഡ് ഒക്കെ കോപ്പി ചെയ്ത് വെച്ച് ക്വസ്റ്റ്യൻ കൃത്യമായി തന്നെ പേര് എഡിറ്റ് ചെയ്യാൻ പോകണം എന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ പേരല്ല, കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ട്, 4-5-6 പേരുണ്ട്. അപ്പൊ അവരെല്ലാരും അറ്റ് ദ സെയിം ടൈം ഈ ഒരു എഡിറ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ലോക്ക് ആവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. അവിടെ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റിംഗിലേക്ക് പോയാൽ മതി. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കമ്പനി കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുകയും കമ്പനി കോഡ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി, കമ്പനിയുടെ നെയിം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞതാണ് കമ്പനി കോഡ് എഡിറ്റ് ചെയ്യാൻ. നമ്മൾ കമ്പനി കോഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ, കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കമ്പനി കോഡ് നമ്മൾ എഡിറ്റ് ചെയ്യണം. അതെവിടെയാ, OS02 നമ്മൾ കമ്പനി കോഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ABC എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, ദെൻ അത് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം, ബിഗ് ബസാർ ആക്കണം. അപ്പൊ എന്ത് ചെയ്യാം, OS02 വന്നിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓണർ, ക്യാഷ് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ക്യാഷ് ആയിട്ട് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, HDFC ബാങ്കിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് റെക്കോർഡ് ചെയ്യും, ജനറൽ ഒരു ക്യാഷ് അക്കൗണ്ട് എടുത്ത് HDFC ബാങ്ക് അക്കൗണ്ട് എടുത്ത് ടു ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം, ജനറൽ ലെഡ്ജർ പോസ്റ്റിംഗ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, എവിടെയായിരിക്കും, എവിടെയായിരിക്കും, F-02 നമ്മളിത് പോസ്റ്റ് ചെയ്താൽ മതി. ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. F-02 പോയിട്ട് ക്യാഷ് ആയിട്ട് 1 ലക്ഷം രൂപ കൊണ്ടുവന്നു, ബാങ്ക് 10 ലക്ഷം രൂപ, ക്യാപിറ്റൽ 2 കൂടെ ആഡ് ചെയ്തിട്ട് 11 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ നമ്മള് ഇതില് ചിലപ്പോ ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്യാഷ് ആയിട്ട് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ബാങ്ക് ആയിട്ട് ഫണ്ട് കൊണ്ടുവന്നു, ബാങ്കിൽ ഫണ്ട് ഉണ്ട്, ക്യാഷിലും ഫണ്ട് ഉണ്ട്, ബാങ്കിലും ഫണ്ട് ഉണ്ട്, രണ്ട് എമൗണ്ട് ഉണ്ട്. ഇൻ കേസ് ചില ക്വസ്റ്റ്യനിൽ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഒരു എക്സ്പെൻസിന്റെ പേയ്മെന്റ് 1000 രൂപ നമ്മൾ കൊടുത്തു, ഈ കൊടുത്തത് ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ത്രൂ ആണോ പോയിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ക്യാഷോ ബാങ്കോ കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, ക്യാഷിലും ഫണ്ടുണ്ട്, ബാങ്കിലും ഫണ്ടുണ്ട്. ഇനി ചില സിറ്റുവേഷനിൽ ബാങ്കിലേക്ക് മാത്രമായിട്ടായിരിക്കും ഫുൾ എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. ക്യാപിറ്റൽ ഫുള്ള് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 11 ലക്ഷം രൂപയും ബാങ്കിലേക്ക് തന്നെ ഫുൾ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്തത് വരില്ല. അപ്പൊ നമ്മുടെ ക്യാഷ് 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ പറയാണ് ആ എക്സ്പെൻസസ് പേ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു, പേയ്മെന്റ് മോഡ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, ബാങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ട് ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം, ബാങ്കിന്റെ ലെഡ്ജർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ക്യാഷ് ആണ്, നെഗറ്റീവ് ബാലൻസ് വരും. അപ്പൊ നമ്മൾ ചെയ്തത് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്, മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ അതൊരു ലോജിക്ക് വെച്ച് ഒന്ന് ചിന്തിക്കണം. അത് നമ്മൾ നോക്കണം, ക്യാഷ് ബാങ്ക് ഉണ്ടോ എന്ന് നോക്കണം. ബാങ്കിന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ ഓക്കെ, പ്രത്യേകിച്ച് എഴുതി കൊടുത്താലും നമുക്ക് മാർക്ക് കിട്ടും. ഇനി അതല്ല, ബാങ്കിൽ മാത്രമേ ഫണ്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ ക്യാഷ് എടുത്ത് കൊടുക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ ആണോ, ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം ഫർണിഷ്ഡ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അമൗണ്ടിങ് ₹1 lakh on credit. എവിടെയായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് പർച്ചേസ് ആണ് പറയുന്നത്. പർച്ചേസ് ഗുഡ്സ് ഫ്രം ഫ്യൂച്ചർ ഗ്രൂപ്പ് അമൗണ്ടിങ് ₹1 lakh എവിടെയായിരിക്കും, F-43 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, F-43 പോയിട്ട് ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്താൽ മതി. പേയ്മെന്റ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നില്ല, പിന്നീടാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ചെറിയൊരു വലിയൊരു നീണ്ടൊരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് തോന്നും, ഏകദേശം ഇത്രയും നീളമുള്ള ക്വസ്റ്റ്യന്. ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചുരുക്കി ഞാൻ പറയും, നമ്മുടെ എംപ്ലോയീസിന്റെ സാലറി കേസാണ് പറയുന്നത്. അതായത് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയുടെ എമൗണ്ട് അല്ല ഈ തന്നിരിക്കുന്നത്. 2,40,000, 3,20,000, 1,20,000 പറഞ്ഞ സാലറി എമൗണ്ട് അല്ല. അവര് ഈ മാസം നടത്തിയിരിക്കുന്ന ഓക്കെ,
അവർ ഈ മാസം നടത്തിയിരിക്കുന്ന സെയിൽസിന്റെ എമൗണ്ട് ആണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അവർ ടോട്ടൽ ഇത്ര സെയിൽസ് ആണ് ഈ മാസം നടത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് സാലറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസിന്റെ 5% അവർക്ക് സാലറി വരിക. ഇതിനാണ് ഇതവിടെ പറയുന്നത്. സെയിൽസിന്റെ 5% അവർ എത്ര സെയിൽ നടത്തിയോ അതിൽ 5% അവർക്ക് സാലറി ആയിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ എന്താ പറയാ, സാലറി പേയബിൾ നമ്മളോട് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് സാലറിയുടെ ഡ്യൂ എൻട്രി ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. സാലറിയുടെ ഡ്യൂ എൻട്രി, അതായത് അതിനർത്ഥം വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ എവിടെയാണ്? അതൊരു ഓപ്പൺ ഐറ്റം ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മളത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ ടിക്ക് ഓൺ ചെയ്യണം. ആദ്യം എഫക്ട് ഒന്നും ചെയ്യില്ല, ആദ്യം നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. പക്ഷെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ടിക്ക് ഓൺ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സാലറി സാലറി ഡ്യൂ എൻട്രി ആണ് ഇടുന്നത്. ഡ്യൂ എൻട്രി നമ്മൾ ഇടുക എവിടെയായിരിക്കും? F-02 നമ്മൾ ഇടുക. എൻട്രി എങ്ങനെ വരും? ഒന്നുകിൽ നമുക്ക് രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സാലറി അക്കൗണ്ട് വെച്ചിട്ട് സാലറി പേബിൾ എന്ന് കാണിക്കാം. ഓരോ എംപ്ലോയീസിനെ 1 by 1 ആയിട്ട് കാണിക്കാതെ എല്ലാവരുടെയും എത്ര 5% കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് കാണിക്കുക. ഇനി അതല്ല എങ്കിൽ രണ്ടാമത് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയുടെ 1 by 1 ആയിട്ട് ഒന്നിച്ച് ചെയ്യാം. അതായത് എംപ്ലോയി 1 അക്കൗണ്ട് വെച്ചിട്ട്, എംപ്ലോയി 2 അക്കൗണ്ട് വെച്ചിട്ട്, എംപ്ലോയി 3 അക്കൗണ്ട് വെച്ചിട്ട്, എംപ്ലോയി 4 അക്കൗണ്ട് വെച്ചിട്ട് സാലറി പേബിൾ എന്ന് വെച്ച് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മള് ഡ്യൂ എൻട്രി മാത്രമേ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, ഡ്യൂ എൻട്രി മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ നോക്കി വായിച്ച് മനസ്സിലാക്കുക. പേയ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ F-02 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡ്യൂ എൻട്രി മാത്രം റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്തത് 3-ാം തീയതിയിലേക്ക് വന്നാലില്ല, നമ്മള് എംപ്ലോയീസിന് ഇപ്പോഴാണ് സാലറി കൊടുക്കുന്നത് കേട്ടോ. 3-ാം തീയതി പറയുന്നുണ്ട് സാലറി ഇപ്പോൾ പേ ചെയ്യുന്നു പറയുന്നുണ്ട്. അതിൽ ആ ഒരു റെഡ് കളറിൽ വന്നത് നമ്മൾ നോക്കണമെന്നില്ല. ആ ഒരു ബ്ലാക്ക് ഇതിൽ പോയിന്റ് പറയുന്നത് നോക്കിയാൽ മതി. എത്ര ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. എത്രയേ കൊടുക്കുള്ളൂ? 50% മാത്രമേ കൊടുക്കുള്ളൂ. അതായത് നമ്മൾ ടോട്ടൽ സാലറിയുടെ 50% ഹാഫ് പെർസെന്റേജ് മാത്രമേ നമ്മളോട് കൊടുക്കുള്ളൂ. ഫുൾ പെർസെന്റേജ് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു പാർഷ്യൽ പേയ്മെന്റ് ആണ് അല്ലെ. പാർഷ്യൽ പേയ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? F-07 പോയിട്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ പേയ്മെന്റ് പോസ്റ്റ് ചെയ്താണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ പേയ്മെന്റ് പോസ്റ്റ് ചെയ്യാം. അത് പാർഷ്യൽ ആയിട്ട് പേയ്മെന്റ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മള് ഫർണിച്ചർ വാങ്ങാണ് ഓഫീസ് യൂസിന് വേണ്ടി. ദെൻ പേയ്മെന്റ് ബാങ്ക് ത്രൂ ഫോണായിട്ട് പറയുന്നത്. ടേബിൾ, ചെയർ ആൻഡ് AC ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? F-02 തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. F-02. ഓക്കെ, അതായത് ഗുഡ്സിന്റെ പർച്ചേസ് അല്ല, അത് നമ്മൾ F-02 റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് പേയ്മെന്റ് മെയ്ഡ് ടു ഫ്യൂച്ചർ ഗ്രൂപ്പ് 80,000 for the purchase made on 1st April 2025. നമ്മൾ ആദ്യം ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ പേയ്മെന്റ് ആണ് ഇപ്പൊ നടത്തുന്നത്. നമ്മൾ അത് F-43 ആയത് പർച്ചേസ് റെക്കോർഡ് ചെയ്ത്. അപ്പൊ പേയ്മെന്റ് എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക? പേയ്മെന്റ് എവിടെയായിരിക്കും? പേയ്മെന്റ് മെയ്ഡ് ടു ഫ്യൂച്ചർ ഗ്രൂപ്പ് പേയ്മെന്റ് എവിടെയായിരിക്കും? F-53 കേട്ടോ പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് F-53. പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് F-53. ഇനി വീണ്ടും നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാനായിട്ട് പറ്റും. 3-ാം തീയതി നടക്കുന്നതാണ്. നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട് ഫ്രം ദ ക്ലയന്റ് ₹4,400 ആസ് ഡെലിവറി ചാർജ് ഫോർ മണി. അതായത് 400 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെലിവറി ചാർജ്. നമ്മൾ ഒരു ബസാറാണ്, ബിഗ് ബസാറാണ്, സൂപ്പർ മാർക്കറ്റ് ആണ്. അത് സാധനം എത്തിച്ചു കൊടുത്തതിന് ഒരു 400 രൂപ നമ്മൾ ഡെലിവറി ചാർജ് റിസീവ് ചെയ്തു.
ഇവിടെ പറയുന്നുണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് 4 മാസത്തെ ഒരുമിച്ചാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. ഏപ്രിലേതും മെയ്യിലേതും ജൂലൈയിലും ഈ 4 മാസത്തെ നമ്മൾ ഒരുമിച്ചാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ മാസം 5-ാം തീയതിയായിരുന്നു പേയ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നത്. ഓരോ മാസവും 100 രൂപ വെച്ചിട്ടാണ് പേയ്മെന്റ് തരാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അത് നേരത്തെ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. 400 രൂപ ഫുള്ള് 4 മാസത്തെ ഒരുമിച്ച് നമുക്ക് അവിടെ റിസീവ് ചെയ്തു. ഡെലിവറി ചാർജ് നേരത്തെ കൂട്ടി കിട്ടി. അപ്പൊ അത് അഡ്വാൻസ് ഇൻകം ആണ്. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് വരുന്നതാണ് ഈ ഒരു ഡെലിവറി ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം F-02 പോയിട്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്ന് റെക്കോർഡ് ചെയ്യണം. അത് ഇവിടെ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് വെച്ച് 400, ഡെലിവറി ചാർജ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ 400 ആണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 400. ഓക്കെ, ആദ്യം നമ്മളത് റെക്കോർഡ് ചെയ്യാം. F-02 പോയിട്ട് നമ്മൾ ആദ്യം ക്യാഷ് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് എടുത്ത് ക്യാഷ് റിസീവ്ഡ് എന്നാണ് കൃത്യം പറയുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് എടുത്ത് ഡെലിവറി ചാർജ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലിയർ ചെയ്ത് പോകണം. അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി ഡെലിവറി ചാർജസ് കിട്ടിക്കഴിഞ്ഞു. ഏപ്രിൽ മാസം അവസാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഏപ്രിൽ മാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ക്ലിയർ ചെയ്യുന്നതായിട്ട് വരും. അതായത് നമ്മള് എന്ത് റെക്കോർഡ് ചെയ്യും, ഡെലിവറി ചാർജസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് വെച്ചിട്ട് ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്യും. അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പോസ്റ്റ് ചെയ്യണം. ആദ്യം പേയ്മെന്റ് റെക്കോർഡ് ചെയ്തു, പേയ്മെന്റ് റിസീവ് ചെയ്ത് റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മാസത്തെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിനവിടെ പറയുന്നുണ്ട് ഓൾസോ മേക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ ദിസ്. ക്വസ്റ്റ്യൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ, ഓൾസോ മേക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ ദിസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മാസത്തെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി 1 by 1 ഇടണം. ആദ്യം ഏപ്രിൽ മാസത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടണം, അത് കഴിഞ്ഞ് മെയ് മാസത്തെ ഇടണം, അത് കഴിഞ്ഞ് ജൂൺ മാസത്തെ ഇടണം, ജൂലൈ മാസത്തെ ഇടണം. അങ്ങനെ ഓരോ മാസത്തെയും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടണം. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ട് കഴിഞ്ഞിട്ട് F-03 പോയിട്ട് നമ്മൾ ക്ലിയറിംഗ് ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഓപ്പൺ ആയിട്ട് ക്ലിയർ ചെയ്യണം F-03 പോയിട്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ധാരണ കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ആയിട്ട് ഒറ്റയടിക്ക് കാണിക്കല്ലേ, പേയ്മെന്റ് റിസീവ് ചെയ്ത് ഒറ്റയടിക്ക് കാണിക്കാം. എന്ത് പറഞ്ഞിട്ട് ക്യാഷ് അക്കൗണ്ട് വെച്ചിട്ട് ഡെലിവറി ചാർജ് റിസീവ് ഇൻ അഡ്വാൻസ് കാണിക്കാം. ഇനി എന്നിട്ട് ഓരോ മാസം സെപ്പറേറ്റ് എടുത്ത് കാണിക്കും. ഏപ്രില് ഒരുമിച്ച്, മെയ് വേറെ, ജൂൺ വേറെ, ജൂലൈ വേറെ. ഇനി അടുത്തിലേക്ക് വരാം. നമ്മള് our company will say client ₹2,500 providing delivery service. The payment won't hit their account until the end of the month. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെലിവറി സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2,500 രൂപയുടെ ഡെലിവറി സർവീസ് ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്തു. പക്ഷെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, അതായത് കസ്റ്റമർ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് നമുക്ക് അവിടുന്ന് ഇൻകം കിട്ടിയിട്ടില്ല. അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് പറയും അല്ലെ. അക്രൂഡ് ഇൻകം നമ്മൾ എന്ത് ചെയ്യാം, F-02 പോയിട്ട് എന്ത് ചെയ്യണം, അക്രൂഡ് ഡെലിവറി സർവീസ് അക്കൗണ്ട് എടുത്ത് ടു ഡെലിവറി സർവീസ് കൊടുക്കാം. കിട്ടാനെടുത്ത് കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യാം. F-02 പോയിട്ട് അക്രൂഡ് ഡെലിവറി സർവീസസ് അക്കൗണ്ട് എടുത്തിട്ട് ഡെലിവറി സർവീസ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോ ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 82,000 രൂപ കൊടുക്കുകയാണ്. ഫ്യൂച്ചറിൽ നമ്മൾ 80,000 രൂപ ആദ്യം കൊടുത്തു, ബാലൻസ് 82,000 രൂപ അവരോട് പേ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഈ ക്ലയന്റിന് ഒരു അക്കൗണ്ട് ഇൻകത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ആ 2,500 അതിന്റെ പേയ്മെന്റ് കിട്ടുകയാണ്. ഓക്കെ, പേയ്മെന്റ് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ബാങ്കിലേക്ക് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്യാം. ബാങ്കിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ബാങ്കിലേക്ക് കിട്ടിയതായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്തിനും ബാങ്ക് അക്കൗണ്ട് എത്തിട്ടു അക്രൂഡ് ഡെലിവറി സർവീസ് എന്ന് പറയുന്നത് അല്ലെ. ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് ബാങ്കിലേക്ക് ഫണ്ട് വന്നു, അപ്പൊ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് അക്രൂഡ് ഡെലിവറി സർവീസ് F-06 പോയിട്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത്. F-06 പോയിട്ട് നമ്മൾ ആ ഒരു പേയ്മെന്റ് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്യണം. ഓക്കെ,
അടുത്ത് പറയുന്നത് the bank amount was made to future group for the purchase made on 1st April 2025. അതായത് നമ്മള് എന്താണ് ഫ്യൂച്ചർ ഗ്രൂപ്പിന് ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. Balance amount was paid to future group may purchase made on 1st April 2025. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യണല്ലോ, ഞാൻ പറഞ്ഞു മാറിപ്പോയി. ഇവിടെ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എത്ര രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു? 1,00,000 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് 80,000 രൂപ നമ്മൾ 3-ാം തീയതി കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ഒരു പർച്ചേസ് നടത്തി. അതല്ലാതെ 1-ാം തീയതി നടത്തിയ പർച്ചേസിൽ ഇനി 20,000 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. 1-ാം തീയതി നമ്മൾ നടത്തിയ പർച്ചേസ് 1,00,000 രൂപയുടെ ആയിരുന്നു. 80,000 രൂപ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇനി എത്ര കൊടുക്കാനുണ്ട്? 20,000 രൂപ കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ആ 20,000 രൂപയുടെ പേയ്മെന്റ് ആണ് ഇപ്പൊ വരുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? 20,000 രൂപ പേയ്മെന്റ് കൊടുക്കാറ്. അത് F-53 പോയിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ആദ്യം നമ്മൾ അവരുടെ നിന്ന് വാങ്ങിക്കുന്നു, 80,000 രൂപ പേയ്മെന്റ് കൊടുക്കുന്നു. പിന്നെ അടുത്ത് വീണ്ടും അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അതല്ല വീണ്ടും എന്താണ്, ആ 1-ാം തീയതി പർച്ചേസ് പേയ്മെന്റ് ആണ് നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തത്. ഇനി അത് നമ്മുടെ കമ്പനി ഒരു വെയർ ഹൗസ് റെന്റിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീസിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വെയർ ഹൗസിൽ നമുക്ക് ഇൻഷുറൻസ് വേണം. നമ്മൾ അതിന് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാണ്. ഇപ്പൊ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ 12 മാസത്തേക്കുള്ള ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒരുമിച്ച് അടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 12 മാസത്തേക്കുള്ള ഇൻഷുറൻസ് എമൗണ്ട്, അതായത് ഒരു മാസം 24,000 രൂപ നമ്മൾ അടച്ചു. 24,000 രൂപയുടെ 12 ആയിരുന്നു വരേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫുൾ എന്ത് ചെയ്തു? എല്ലാ ഒരുമിച്ച് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മള് ഒരു മാസത്തെ ഇൻഷുറൻസ് 2,000 രൂപ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരുമിച്ച് 24,000 രൂപ ഒരുമിച്ച് പേ ചെയ്തു. അതെന്താ? പ്രീപെയ്ഡ് ഇൻഷുറൻസ് പറയും. മുൻകൂട്ടി നമ്മൾ അടയ്ക്കുകയാണ് ചെയ്തത്, അല്ലെ? പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ് വരിക. അതും പ്രൊഡക്റ്റ് മാനേജ്മെന്റ് വരുന്ന തന്നെയാണ്. അക്കൗണ്ട് ചെയ്യാനൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. F-02 പോയിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് എടുത്തിട്ട് ബാങ്കിൽ വരിക. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് therefore prepaid insurance must be adjusted for the month. ഏപ്രിൽ മാസം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ഏപ്രിൽ മാസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഏപ്രിൽ മാസം നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് അക്കൗണ്ട് എടുത്തിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 കാണിച്ചു. F-02 തന്നെ ഇൻഷുറൻസ് അക്കൗണ്ട് എടുത്തിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ F-03 പോയിട്ട് ക്ലിയറിംഗ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഏപ്രിൽ മാസം മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി മാസം ചെയ്യാത്തത് കൊണ്ട് ക്ലിയറിംഗ് ഡോക്യുമെന്റ് ചെയ്യുന്നു കേട്ടോ. F-02 മാത്രം ചെയ്താണ്. ഇനി അടുത്തത് മൾട്ടി കറൻസി ആണ് വരിക. കണ്ടോ, ഡോളർ സൈൻ 1200 റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. F-43 പർച്ചേസ് റെക്കോർഡ് ചെയ്യുക. F-53 പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മൾട്ടി കറൻസി ആണ്. ഇവിടെ കറൻസിയും റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഓർക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ പേയ്മെന്റ് ആണ്. ലാസ്റ്റ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ പേയ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ പേയ്മെന്റ് F-02 റെക്കോർഡ് ചെയ്താൽ മതി. ബാങ്ക് ത്രൂ ആണ് പേയ്മെന്റ് പോകുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക്. ഇത്രയാണ് നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പോകാം. പിന്നെ നമ്മൾ വെണ്ടറിങ് കസ്റ്റമറെ ഒക്കെ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെണ്ടറിങ് കസ്റ്റമറെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടറിങ് കസ്റ്റമറിന്റെ ഒക്കെ പേര് നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പേര്, എന്തെങ്കിലും ഒരു പേരായിരുന്നു സ്വൈച്ചർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാണ് പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയുടെ പേര്. എന്ത് ചെയ്യണം? നമ്മള് ആ ഒരു പേര് BP, അതായത് വെണ്ടർ മാസ്റ്ററിൽ പോയിട്ട് BP പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. BP പോയിട്ട് പേര് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അറിയാമല്ലോ. അത് പേര് എഡിറ്റ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെയാണ് കസ്റ്റമറിന്റെ കേസ്. കസ്റ്റമറിന്റെ പേര് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. BP പോയിട്ട് തന്നെ കസ്റ്റമറുടെ പേരും എഡിറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കസ്റ്റമറെ വെണ്ടർ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഒന്ന് പോയി ചെക്ക് ചെയ്യണം. അതായത് F-22-ലും 43-ലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പർച്ചേസും സെയിലും ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് ആ ഒരു ചെയ്യാൻ വരുമ്പോ മേ ബി അവരെ കസ്റ്റമർ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടില്ല, BP വെണ്ടർ ആയിട്ട് മാത്രം ക്രിയേറ്റ്, അതായത് BP ആയിട്ട് മാത്രം ക്രിയേറ്റ് ആയിട്ടില്ല, ബിസിനസ് പാർട്ണർ ആയിട്ട്. അപ്പൊ നമുക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അവസാന നിമിഷത്തേക്ക് വെക്കരുത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ സെർവർ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട് പലപ്പോഴും. അപ്പൊ സെർവർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നമുക്ക് എക്സാം ചെയ്യാൻ കസ്റ്റമറും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പോകും, നമ്മുടെ സമയം വെറുതെ പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫ്രൈഡേ ആണ് എക്സാം വരിക. അപ്പൊ അതിന് മുമ്പ് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നാളെയും കൂടെ ഉള്ളൂ SAPയുടെ ക്ലാസ്. നാളത്തെ കൂടെ SAPയുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ് ഇന്നും നാളെയുമായിട്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം നമ്മുടെ കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. മൊത്തം ഒന്നേന്ന് പറഞ്ഞ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡിയാണ്. എന്താണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്ന February 27-നാണ്. നമ്മളുടെ തിയറി എക്സാം വരിക March 6-നായിരിക്കും. അതാണ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വരിക. അപ്പം കൃത്യമായിട്ട് പ്രിപ്പയർ ആവുക. ഫീസിന്റെ ഡ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രം നമുക്ക് എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഫീസ് ഡ്യൂസ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ഫീസിന്റെ ഡ്യൂസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാം എലിജിബിൾ ആവും. അതൊരു എക്സാം നിങ്ങൾ എഴുതി. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ടൈമാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് പിന്നെ കാണാം കേട്ടോ. താങ്ക് യു. ശാലു ലീവ് ചെയ്യല്ലേ, ഒരു സെക്കൻഡ്.